പിതാവേ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യും. ഞങ്ങളെ ഇപ്പോൾ കാണുന്ന, ഞങ്ങളെ ശ്രദ്ധിക്കുന്ന കർത്താവിന്റെ അനുഗ്രഹീതരായ മക്കൾക്കായി, കർത്താവിന്റെ ജനത്തിനായി ഞാൻ സ്തോത്രം ചെയ്യും. ദൈവം നോഹയെ ഓർത്തപ്പോൾ പ്രളയങ്ങൾ അവസാനിച്ച് ഒരു പുതിയ സീസൺ ദൈവം അവിടെ ആരംഭിച്ചു. ദൈവം അബ്രഹാമിനെ ഓർത്തു, അവരെ പ്രിസർവ് ചെയ്തു, അവരെ സംരക്ഷിച്ചു. ദൈവം റേച്ചലിനെ, റാഹേലിനെ ഓർത്തു, അടഞ്ഞുപോയ അവളുടെ ഗർഭപാത്രം, ഗർഭം തുറന്നു. ദൈവം നിങ്ങളെ ഓർക്കുമ്പോൾ അടഞ്ഞ വഴികൾ ഇനി ഒരിക്കലും സാധ്യമാകില്ലെന്ന് നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ മുമ്പിൽ തുറന്നു വരും. ദൈവം എൽക്കാനയും ഹന്നായെയും ഓർത്തു. ദൈവം ഹന്നായെ ഓർത്തപ്പോൾ അടുത്ത ആണ്ടിൽ അവളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടായി. ശക്തനായ പ്രവാചകനായ സാമുവേലിനെ ദൈവം അവൾക്കായി നൽകി. വാഗ്ദത്ത തലമുറകൾ, വാഗ്ദത്ത സന്തതികൾ, രാജാക്കന്മാരെ എഴുന്നേൽപ്പിക്കുന്ന പ്രവാചകന്മാർ നിന്റെ ഭവനത്തിൽ ഉണ്ടാകട്ടെ. രാജാക്കന്മാരെ എഴുന്നേൽപ്പിക്കുന്ന പ്രവാചകന്മാർ ഹന്നമാരെ ഓർക്കുമ്പോൾ അവരുടെ ഭവനത്തിൽ ഉണ്ടാകട്ടെ. Thank you, Holy Spirit. Thank you, Holy Spirit. എന്റെ താഴ്ചയിൽ എന്നെ ഓർത്തവനെ ഞാൻ അങ്ങേ സ്തുതിക്കുന്നു. ദൈവം ക്ലെയോപ്പാവിനെയും ഭാര്യയെയും ഓർത്തു. വാടിയ മുഖത്തോടെ നിരാശരായി സഞ്ചരിച്ച ആ കുടുംബത്തോടു കൂടെ യേശു ചേർന്ന് നടന്നു. യേശു ചേർന്ന് നടന്നു. ഇന്നയോളം എന്നെ നടത്തിയ കർത്താവ് അല്ലേ, അവൻ എന്നോട് കൂടെ ചേർന്ന് നടന്നു. നിരാശരായിരുന്നവരുടെ നിരാശയുടെ വിടവുകളെ അടച്ച് അവൻ ചേർന്ന് നടന്നു. അവരാശിച്ചത്, ക്ലെയോപ്പാവും ഭാര്യയും ആശിച്ചത് നടന്നില്ല. അത് നടക്കാതെ വന്നപ്പോൾ അവർക്ക് നിരാശ വന്നു. ആ നിരാശയുടെ വിടവുകളിൽ സാത്താൻ കയറാതെ യേശു അവരോട് ചേർന്ന് നടന്നു. ഈ കർത്താവ് നിന്റെ അകത്തുള്ള വേദനയുടെ, വിഷമങ്ങളുടെ, നിരാശയുടെ എല്ലാ വിടവുകളെയും അടയ്ക്കട്ടെ. കർത്താവിനോട് പറ്റിച്ചേർന്നിരിക്കുക. പ്രതിസന്ധി കാലഘട്ടത്തിൽ, വെല്ലുവിളിയുടെ നടുവിൽ, വേദനയുടെ നടുവിൽ ദൈവ സാന്നിധ്യത്തോട് ചേർന്ന് നിൽക്ക്. യേശുവിനോട് ചേർന്ന് നിൽക്ക്. നിന്റെ വാഗ്ദത്തത്തിൽ കർത്താവ് നിന്നെ എത്തിക്കും. നിന്റെ ആത്മക്കണ്ണുകളെ അവൻ നുറുക്കിത്തരുന്ന ജീവന്റെ അപ്പമാകുന്ന വചനം തുറക്കും. വാഗ്ദത്തത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയ നിന്റെ കുടുംബത്തെ വാഗ്ദത്ത ദേശത്തിൽ എത്തിച്ച് വാഗ്ദത്തത്തെ നിന്റെ ശിരസിന്റെ മേളിൽ ദൈവം പകരും. ഏകദേശം 22 കിലോമീറ്റർ, 14 മൈൽ. ജെറുസലേമിൽ നിന്ന് എമ്മോസിലേക്ക് 7 മൈലാണെങ്കിൽ എമ്മോസിൽ നിന്ന് ജെറുസലേമിലേക്കും 7 മൈലുണ്ട്. 14 മൈൽ നടക്കാൻ ആ കുടുംബത്തിന്റെ കാലുകൾക്ക് കരുത്ത് പകർന്നത്, ശക്തി പകർന്നത് യേശുവിന്റെ വാക്കുകളാണ്, അവന്റെ വചനങ്ങളാണ്. കർത്താവ് പറയുന്നു, നീ ടയർഡായി പോകരുത്, നീ ക്ഷീണിച്ചു പോകരുത്, മടുത്തു പോകരുത്. കർത്താവ് നിന്നെ ശക്തീകരിക്കുകയാണ്, വചനങ്ങളിലൂടെ ശക്തീകരിക്കുകയാണ്, ആത്മാവിനെ ശക്തീകരിക്കുകയാണ്. ഈ 2024 ദൈവം നിന്നെയും നിന്റെ കുടുംബത്തെയും ഓർക്കുന്ന, ഹന്നായെ ഓർത്തവൻ, റാഹേലിനെ ഓർത്തവൻ, നോഹയെ ഓർത്തവൻ, അബ്രഹാമിനെ ഓർത്തവൻ, താഴ്ചയിലിരുന്ന മുഴുവൻ ജനത്തെയും ഓർത്തവൻ, ക്ലെയോപ്പാവിനെ ഭാര്യയും ഓർത്തവൻ നിങ്ങളെയും ഓർക്കുകയാണ്. You can see the open heaven.
ഒരു തുറക്കപ്പെട്ട സ്വർഗം നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ വെളിപ്പെടും. ഒരു തുറക്കപ്പെട്ട സ്വർഗം നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ വെളിപ്പെടും. ഒരു തുറക്കപ്പെട്ട സ്വർഗം. അവൻ ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന്, ആകാശം എന്ന മലയാളത്തിൽ എഴുതിയിരിക്കുമ്പോൾ ഞാൻ ഇംഗ്ലീഷ് ബൈബിളിൽ കാണുന്നത് ഹെവൻ എന്നാണ്. ഹെവന്റെ വാതിലുകൾ, ഹെവന്റെ വിൻഡോകൾ നിന്റെ മുമ്പിൽ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം എന്റെ കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ മക്കളെ യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും അവരുടെ സമാധാനം വലുതുമായിരിക്കും. ഇതുവരെ എന്തൊക്കെയോ വെയിറ്റ് ചെയ്തിരുന്നത് ദൈവം നിങ്ങളെ ഓർക്കുമ്പോൾ, ഹന്ന വെയിറ്റ് ചെയ്തിരുന്ന ശമൂവേൽ വന്നു, റാഹേൽ വെയിറ്റ് ചെയ്തിരുന്ന തലമുറ വന്നു, പട്ടണത്തെ നയിക്കുന്ന ജോസഫുമാർ അവിടെ ഉദരത്തിൽ നിന്ന് പുറപ്പെട്ടു. Thank you, Holy Spirit. Thank you, Holy Spirit. മക്കളെ, എന്താ ക്ലയോപ്പാവിനെയും മറിയത്തെ യേശു മറക്കാഞ്ഞ്? ഉയർത്തെഴുന്നേറ്റതിന്റെ അന്ന് തന്നെ എന്താ അവരുടെ കൂടെ നടന്നേ? കുരിശിന്റെ ചുവട്ടിലും യേശുവിന്റെ വ്യഥകളിലും വേദനകളിലും ആ കുടുംബം കർത്താവിനോട് കൂടെ ഉണ്ടായിരുന്നു. മക്കളെ, നിങ്ങൾ സുവിശേഷത്തിന് വേണ്ടി നിന്നാൽ, കർത്താവിനും തന്റെ വചനത്തിനു വേണ്ടി നിന്നാൽ, ഏത് പ്രതിസന്ധികളുടെ നടുവിലും മടുത്തു പോകാതെ കർത്താവിന് വേണ്ടി നിലകൊണ്ടാൽ, നിന്റെ വിഷയങ്ങളിൽ, നിന്റെ നിരാശയിൽ, നിങ്ങളുടെ ആവശ്യത്തിൽ, പ്രിയ ദൈവമക്കളെ, നിങ്ങളുടെ ആവശ്യങ്ങളിൽ സ്വർഗം മുഴുവൻ, all the angels, മുഴുവൻ ദൂതന്മാരും, സ്വർഗവും യേശു കർത്താവും നിങ്ങളുടെ കൂടെ സ്റ്റാൻഡ് ചെയ്യുന്നത്, നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. നിങ്ങളുടെ കരങ്ങളെ ഇവർക്ക് നേരെ നീട്ടിപ്പിടിക്കുക. Father, we release the healing. We release the healing in the name of Jesus. സൗഖ്യങ്ങളെ ഞാൻ റിലീസ് ചെയ്യുന്നു, വിടുതലുകളെ ഞാൻ റിലീസ് ചെയ്യുന്നു. കർത്താവിന്റെ ശുശ്രൂഷയിൽ പ്രയോജനപ്പെടാൻ ആഗ്രഹിക്കുന്നവർ എന്നെ കേൾക്കുന്നു. യേശു അവരുടെ കണ്ണുകളെ തുറന്നു. അവരുടെ കണ്ണുകളെ അടച്ചതും കർത്താവാണ്, തുറന്നതും കർത്താവാണ്. എന്തെങ്കിലും ദൈവം അടച്ചെങ്കിൽ അതിലും വലുത് തുറക്കാൻ വേണ്ടി തന്നെയാണ്, തുറക്കാൻ തന്നെയാണ്. വലിയ കാഴ്ചകൾ കാണാൻ തുറക്കാനാണ്. നിങ്ങളുടെ സ്പിരിച്വൽ ഐസിനെ പരിശുദ്ധാത്മ തുറക്കാൻ പോകുകയാണ്. ആത്മതലങ്ങളെ കാണാൻ, പ്രവചിക്കാൻ, ഭൂതങ്ങളെ പുറത്താക്കാൻ, പൈശാചിക ബന്ധനങ്ങളെ അഴിച്ചു കളയാൻ, ദൈവരാജ്യത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ. God is going to open your spiritual eyes in the mighty name of Jesus. In the mighty name of Jesus. The mighty name of Jesus. In the mighty name of Jesus. Thank you, Holy Spirit. Thank you, Holy Spirit. Lord, I release the deliverance.